ഇനി നമുക്ക് ഇലസ്ട്രേഷൻ 9 നോക്കാം. ഇലസ്ട്രേഷൻ 9 സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കണക്കാണ്. Smart investments made the following investment in the year 2011-12. 12% state government bonds having a nominal value of 100. അപ്പോൾ ഗവൺമെന്റ് ബോണ്ട്സ് ആണ്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 12%, അതിന്റെ ഫേസ് വാല്യൂ 100 ആണ്. ക്ലിയർ? 1 for 2011 opening balance 1200 bonds, book value 1,26,000. ബോണ്ട് ആണെങ്കിലും ഡിബെഞ്ചർ ആണെങ്കിലും നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം. ആദ്യ ക്വസ്റ്റ്യന്റെ അടുത്ത ലൈനിൽ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ ബോണ്ട് ഈസ് റിസീവ്ഡ് ഓൺ 30th June and 31st December each year. So interest accrued and due on 30th June and December. നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് 1st ഏപ്രിലാണ്, ക്ലോസ് ചെയ്യുന്നത് മാർച്ചിലാണ്. ഇപ്പൊ കഴിഞ്ഞ മാർച്ചിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് 1st ഏപ്രിലേക്ക് എഴുതുക. ബോണ്ട് എത്രയുണ്ട്? 1200 ബോണ്ട്സ്. അതിന്റെ നോമിനൽ വാല്യൂ 1200 into 100 എത്ര വരും? 1,20,000 വരും. All of you know interest is calculated on nominal value. So 1,20,000 എത്ര മാസത്തെ ഇൻട്രസ്റ്റ് ലാസ്റ്റ് ഇയറിൽ അക്രൂഡ് ആണ്? ലാസ്റ്റ് ഡിസംബറിലാണ് ഇൻട്രസ്റ്റ് കൊടുത്തത്. റൈറ്റ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 1,20,000 into 12/100 into 3/12 3,600 is the interest. 3,600 is the interest. This is the accrued interest on the last year. ഞാൻ ബാലൻസ് ക്യാരി ഡൗൺ എഴുതി കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ 3,600 രൂപ ഇൻട്രസ്റ്റ് പണത്തിൽ എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചില കുട്ടികൾക്ക്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സംശയങ്ങളുണ്ടാകും. ഈ 3,600ന്റെ എൻട്രി എന്താണ്? എൻട്രി യഥാർത്ഥത്തിൽ ദാറ്റ് ഈസ് അക്രൂഡ് ബട്ട് നോട്ട് at received. This is accrued but not at received. This is received only on June. നമ്മൾ ഏപ്രിലാണ്, ജൂണിലെ ഇത് കിട്ടുകയുള്ളൂ. So this is accrued but not due. That means outstanding interest. What is the entry for outstanding interest? Outstanding interest is our income receivable, income earned, income due, income accrued but not due. Am I right? Accrued but not due. It is due only on June. So that is why it is called outstanding accrued interest. The entry is outstanding interest account debted to interest account. കഴിഞ്ഞ ഇയർ എൻഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ഇയർ എൻഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബറ്റഡ് ടു ഇൻട്രസ്റ്റ് എന്നാ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്നാ പോസ്റ്റ് ചെയ്യേണ്ടത്. ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന ഇൻട്രസ്റ്റ് കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അതിന് പകരമാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ളിടത്ത് ഇൻട്രസ്റ്റ് കോളത്തിൽ അങ്ങ് എഴുതുന്നത്. അത് മനസ്സിലാക്കണം. Actual entry is outstanding interest account debted to interest. This is accrued interest, not at received. Receive ചെയ്തിരുന്നെങ്കിൽ ബൈ ബാങ്ക് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. റിസീവ് ചെയ്യാത്തതുകൊണ്ട് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് എഴുതുന്നതിന് പകരമാണ് ബാലൻസ് ക്യാരി ഡൗൺ എഴുതിയത്. അത് നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് ആകുമ്പോൾ എന്ത് ചെയ്യണം? റിവേഴ്സ് എൻട്രി എഴുതണം. കാരണം നമ്മൾ ലെസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് എന്നാ പഠിക്കുന്നത് ആക്ച്വൽ ഇൻകം കാണാനായിട്ട്. അപ്പോൾ റിവേഴ്സ് എൻട്രി എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബറ്റഡ് ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടു ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്, വെറുതെ എൻട്രികൾ എഴുതി പോസ്റ്റ് ചെയ്യുക. അതിന് പകരമാണ് ഇൻട്രസ്റ്റ് കോളത്തിൽ 3,600 എഴുതിയത്. That means in this year the amount to be credited to P&L account is after adjusting this 3,300. ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന ഇൻകം കഴിഞ്ഞ വർഷം നിങ്ങൾ ക്രെഡിറ്റ് ചെയ്ത് പോയതാണ്. അതുകൊണ്ടാണ് ഇത് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇത് നല്ലവണ്ണം മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. So the actual entry in the beginning of this year is interest account debted to outstanding interest. That is why this 3,600 is debited. Okay.
കഴിഞ്ഞ വർഷം 3600 ക്രെഡിറ്റ് ചെയ്തിട്ട് അതിലെ ബാലൻസ് ആണ് P&L അക്കൗണ്ടിലേക്ക് ലാസ്റ്റ് ഇയറിൽ മാറ്റിയത്. അപ്പൊ കറന്റ് ഇയറിൽ അത് നമ്മുടെ ഇൻകം അല്ല, നമ്മുടെ അക്രൂവൽ ബേസിസിലാണ് ചെയ്യുന്നത്. Then അടുത്തത് അതിന്റെ പ്രൈസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 1,26,000. ഞാൻ 1,26,000 എഴുതിയിട്ടുണ്ട്. Then purchased 2,000 bonds at the rate of 100 cum interest. അതിന്റെ ഡേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യണം. എന്റെ ബുക്കിൽ 12th April എന്നാണ്, പക്ഷെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നതിൽ 2nd May എന്നാണ്. 2nd May 2nd എന്നാണ്. അപ്പൊ ഡേറ്റ് May 2nd എഴുതിയേക്കണം. അപ്പൊ May 2nd 2000 ബോണ്ട് വാങ്ങിച്ചാൽ നോമിനൽ വാല്യൂ എത്ര വരും? 2 lakhs. ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലാസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാ? ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, 4 months interest. 2 lakhs into 12/100 into 4/12, that comes to 8,000. The purchase price is 100. 2,000 into 100, 2 lakhs. Interest is to be deducted. Why? Because it is cum interest price. So that comes to 1,92,000. In cum interest price, you have to deduct the interest. This price includes interest. Okay, you know that. Next, sold 1,500 bonds on 30th September. 30th September മുമ്പ് 30th June വരും. 30th June എന്താ? ഇൻട്രസ്റ്റ് ഡേറ്റ്. നമ്മൾ ആരാണ്? സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് മേഡ് ദ ഫോളോയിങ് ഇൻവെസ്റ്റ്മെന്റ്. സോ സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്. ഗവൺമെന്റ് ബോണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടും for 6 months period. എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇപ്പോൾ? 1,20,000 plus 2 lakh, 3,20,000 into 12/100 into 6/12, 19,200 is the actual interest received. This is interest received. While receiving interest, you can write the entry bank account debted to interest. It is our income, the investor's income. Okay. Next, on 30th 9, sold 1,500 bonds. Buy bank. 1,500 comes to 1,50,000 nominal value. 1,50,000. 1,50,000 into കഴിഞ്ഞ ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം. 12/100 into 3/12, that comes to 4,500. What is the price? 105. 1,500 into 105, that comes to 1,57,500 ex interest. കം ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കുറയ്ക്കണമായിരുന്നു? 4,500 കുറയ്ക്കണമായിരുന്നു. ബ്രോക്കറേജ് ഒന്നുമില്ല. ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണമായിരുന്നു. ക്ലിയർ? ഓരോ സെയിൽ കഴിയുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് ഓർ ലോസോ കണ്ടുപിടിക്കണം. സാധാരണ ഗവൺമെന്റ് ബോണ്ടോ ഡിബെഞ്ചറോ ചെയ്യുമ്പോൾ ഫിഫോ മെത്തേഡ് ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യനകത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ യു ക്യാൻ അഡോപ്റ്റ് ഫിഫോ മെത്തേഡ് ഫോർ ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട്സ്. In shares, the average cost method is to be followed in the absence of information. But in this question, the last line, prepare investment account in the books of smart investments, assume the average cost method is followed. So here the debentures and bonds and shares are to be valued at average cost. So നമുക്ക് ഈ 1,50,000 average cost calculate ചെയ്യണം. How will you calculate it? 1,26,000, the cost of 1,20,000. 1,92,000 is the cost of 2 lakhs. So 1,26,000 plus 1,92,000 divided by 3,20,000 into 1,50,000, that comes to 1,49,063. The selling price is 1,57,500, but the cost is 1,49,063. So profit on sale is equal to 8,437. What is the entry for profit on sale of investment? Investment account debted to P&L account. So on 30th now September, you write 8,437 in the cost column. Profit on sale. Profit on sale. Profit on sale. എല്ലാത്തിനും വർക്കിംഗ് നോട്ട്സ് എഴുതുന്നത് നല്ലതാണ്. ഞാൻ കണക്ക് ചെയ്യാൻ ബോർഡിൽ എളുപ്പമാർഗത്തിന് ഇവിടെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ എഴുതിയത്.
നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും കാൽക്കുലേഷൻസ് സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതി ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ എഴുതി ചെയ്യുന്നതേ ഉള്ളൂ. ഓരോന്നിനും വർക്കിംഗ് നോട്ട് എഴുതാനുള്ള സ്പേസ് ബോർഡിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം ഇതൊക്കെ കൃത്യമായി വർക്കിംഗ് നോട്ട്സ് എഴുതിയേ മതിയാവുള്ളൂ. സോ പ്രോഫിറ്റ് ഓൺ സെയിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് 31 ഡിസംബർ വരും. മാർച്ചിലാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ഡിസംബറിൽ എന്ത് കിട്ടും? ഇപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെന്റിന്, അതായത് 1,20,000 പ്ലസ് 2 lakh 3,70,000. അതിൽ നിന്ന് നമ്മൾ എത്ര വിറ്റുപോയി? 3,20,000 1,50,000 വിറ്റുപോയി. ബാക്കി എത്രയുണ്ട്? 1,70,000. 1,70,000 into 12/100 into 6/12, 6 months interest കിട്ടും. ഓക്കെ, ലാസ്റ്റ് 31st മാർച്ചിൽ ഈ 1,70,000 ബാലൻസ് ചെയ്യുമ്പോൾ 3 months interest is accrued, not yet received, not yet due. So the outstanding interest to be recorded there. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ the entries outstanding interest account debtor to interest is 5,100. 3 months interest on 1,70,000. Correct? ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ബൈ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് എഴുതുന്നത്. പക്ഷെ അത് ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ടാണ് ആ ബാലൻസിന്റെ കൂട്ടത്തിൽ ഞാൻ 5,100 എഴുതിയത്. അപ്പൊ ഇതും കൂടെ നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് പടത്തിൽ വന്നു. അപ്പൊ ഈ വർഷത്തെ ഇൻകത്തിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ലാസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യും. പിന്നെ നമ്മൾ പേ ചെയ്ത ഇൻട്രസ്റ്റ് എല്ലാം നമ്മുടെ എക്സ്പെൻസ് ആണ്. ബാക്കി ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എങ്ങോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്? ടു P&L അക്കൗണ്ട്. ഇൻട്രസ്റ്റ് കോളത്തിലെ ബാലൻസിംഗ് ഫിയർ ആണ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. കോസ്റ്റ് കോളം സാധാരണ കേസ് പോലെ തന്നെ ബാലൻസ് ചെയ്യുക. then you will get the balance carried down. മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നുള്ള ഈക്വേഷൻ എഴുതി വേണം, ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, now the second part of the question, that is equity shares of X Limited. So in this question, investment in government bonds, in addition to that you are invested in shares of X Limited also. The smart investors invested both in government bonds and in shares of X Limited. Okay, so the columns are date, particulars, number of shares. Here I write nominal value, but in shares it is number of shares. Nominal value എഴുതിയത് കൊണ്ട് ഒരു തെറ്റുമില്ല. Dividend, then cost, date, particulars, number of shares, dividend, cost. Okay, first on 15th April, സാധാരണ 1st April ആയിരിക്കും തരുക. ഇവിടെ 15th April, that means കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിൽ ഷെയർ ഒന്നുമില്ലായിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് ഇപ്പൊ തരികയാണെങ്കിൽ നമുക്ക് ഇൻകം ആയിട്ടൊന്നുമില്ല, പോസ്റ്റ് അക്വിസിഷൻ ഡിവിഡൻഡ് ഇല്ല, ഇപ്പൊ വാങ്ങിക്കുന്നതേ ഉള്ളൂ. നമ്മൾ 15th April നമ്മൾ വാങ്ങിക്കുക 5,000 ഇക്വിറ്റി ഷെയർസ്, 200 ഓൺ കം റൈറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ഡിവിഡൻഡ്. ഇനി എന്തെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുത്താൽ ആ ഡിവിഡൻഡ് നമുക്ക് കിട്ടും. Brokerage of 1% was paid in addition to the nominal value of shares. In addition, nominal value is 10. So 5,000 equity shares purchased at the rate of 200. 5,000 into 200, that comes to 10 lakhs. And a 1%, 10,000. So the purchase price comes to 10,10,000. To ban 5,000 number കോളത്തിൽ, കോസ്റ്റ് കോളത്തിൽ 10,10,000. correct? ബ്രോക്കറേജ് നമുക്ക് ആഡ് ചെയ്യാം പർച്ചേസസിന്റെ കൂട്ടത്തിൽ. The company announced a bonus issue 2 shares for every 5 shares held. അപ്പോൾ എത്ര ബോണസ് ഷെയർ വരും? 5,000 shares ആകെയുള്ളൂ. 5,000 into 2/5, how much? 2,000 to bonus shares, 2,000 without any cost. Okay, അപ്പോൾ കോസ്റ്റ് കോളത്തിൽ ഒന്നും എഴുതണ്ട. ബോണസ് ഷെയർസ് 2,000, കോസ്റ്റ് കോളം ഫ്രീ. Okay, next, company made a right share, 1 share for every 7 shares held, 1 share for every 7 shares held. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ നമ്പർ ഓഫ് ബോണസ് ഷെയർസ് ഇസ് ഈക്വൽ ടു 5,000 into 2/5 അതുപോലെ എഴുതണം. അതുപോലെ വർക്കിംഗ് നോട്ട് റൈറ്റ് ഷെയർസ്, നമ്പർ ഓഫ് റൈറ്റ് ഷെയർസ് ഇസ് ഈക്വൽ ടു 5,000 plus 2,000, 7,000 into 1/7.
That comes to 1000 shares. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് റൈറ്റ് ഷെയർസിന് മുഴുവൻ റൈറ്റ് നമുക്ക് എടുക്കണമെന്നില്ല. റൈറ്റ് റിനൗൺസ് ചെയ്യാം. ഇവിടെ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 250 ആണ് ഷെയറിന്റെ പ്രൈസ് വരുന്നത്. The entire money was payable on 31st August. പക്ഷെ അടുത്ത ലൈനിൽ പറയുന്നുണ്ട് right to the extent of 20% was sold at 60. The remaining rights were subscribed. Total number of right shares 1000, isn't it? Total number of right shares is 1000. 20% was sold. 200 shares was sold. 200 into 60, 12,000. That will come only in profit and loss account. So, while renouncing the right, anything received that is called the sale proceeds of right shares, that is credited to the P&L account only by the investors as per accounting standard 13. As per accounting standard 13. Am I right? Okay, next. The remaining rights were subscribed. The remaining rights were subscribed. That means 1000 minus 200, 800 shares subscribed at the rate of 250. So, to bank 800 shares, 800 into 250, 2 lakhs. So, we subscribed the right shares, only 80%, 20% we sold. The sale proceeds received from right shares are credited to the P&L account only. That will not shown in the investment account. Correct? Next. Dividend at the rate of 15% for the year ended 31/3/2011 was received on 16/9/2011. 16/9 last yearലെ ഡിവിഡൻഡ് കിട്ടി. ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഷെയർ ഉണ്ടായിരുന്നോ? സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ആയ നിങ്ങൾക്ക് ഷെയർ ഉണ്ടായിരുന്നോ എക്സ് ലിമിറ്റഡിൽ? ഇല്ല. പിന്നെ നിങ്ങൾ എന്നാ വാങ്ങിയത്? 15/4 വാങ്ങി, 5000 ഷെയർ വാങ്ങി. ഇത് ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് അല്ലേ? അപ്പം റൈറ്റ് ഷെയറും ബോണസ് ഷെയറും ഒക്കെ ഈ വർഷം ഡിക്ലെയർ ചെയ്തതല്ലേ? അപ്പൊ റൈറ്റ് ഷെയറിനും ബോണസ് ഷെയർസിനും നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുമോ? ഇല്ല. ലാസ്റ്റ് ഇയറിൽ റൈറ്റ് ഷെയറും ബോണസ് ഷെയറും ഇല്ല. ലാസ്റ്റ് ഇയറിൽ 5000 ഷെയർ ഉണ്ട്, ആരുടെയോ കയ്യില. അതാണ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ വാങ്ങിയത്, അല്ലാണ്ട് എക്സ് ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പോയി വാങ്ങിയതല്ല. അപ്പൊ ലാസ്റ്റ് ഇയറിൽ കംറേറ്റ് ബേസിസിൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഷെയർ നമ്മൾ വാങ്ങിച്ചാൽ അതിന്റെ ഡിവിഡൻഡ് വാങ്ങിക്കാനുള്ള റേറ്റ് നമുക്കാണ്. സോ ഈ 5000 ഷെയറിന്റെ ഡിവിഡൻഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ that is not treated as our income. This is called a pre-acquisition dividend. ഷെയർ അക്വയർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിൽ നിന്നുള്ള ഡിവിഡൻഡ്. Am I right? So the entry for this is capital receipt. The entry for this is bank account debted to investment account. അല്ലാണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിവിഡൻഡ് എന്നല്ല. അതേ സമയത്ത് ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് കുറച്ച് ഷെയർ ഉണ്ടായിരുന്നു എങ്കിൽ ആ ഷെയറിന്റെ ഡിവിഡൻഡ് നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാമായിരുന്നു? ഡിവിഡൻഡ് കോളത്തിൽ എഴുതാമായിരുന്നു. ഇതിനു മുമ്പ് ചെയ്ത 2 കണക്കിൽ അങ്ങനെയാ ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഷെയർ ഡിക്ലെയർ ചെയ്യുന്ന പീരീഡിലെ ഷെയറിന്റെ ഡിവിഡൻഡ് അന്ന് നമ്മുടെ ഷെയർ ഇല്ല, പിന്നീട് വാങ്ങിച്ചത് കൊണ്ട് നമ്മുടെ കോസ്റ്റ് റിഡക്ഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സോ ദ ഡിവിഡൻഡ് റിസീവ്ഡ് ഈസ് 5000 into 10, that is the number of nominal value, into 15%, that comes to into 15%, 15/100, that comes to 7500. Put in the cost column to reduce the cost. അതായത് 5000 ഷെയർ 10,10,000 വാങ്ങിച്ചെങ്കിൽ നമുക്ക് 7500 ഇപ്പൊ കോസ്റ്റ് കുറയും. Okay, then sold 3000 shares at the rate of 300. Brokerage 1% was incurred extra. 3000 into 300, that comes to 9 lakhs. 9 lakhs in the 1% comes to 9000. 8 lakhs in the 9 lakhs in the 9000 കുറച്ചുമ്പോൾ 8,91,000 കിട്ടും. That is buy back. സെയിൽ ആണ്. നമ്മൾ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 3000ന്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 10,10,000 plus 2 lakhs, am I right? Minus 7,500 divided by 7,800. ബോർഡിലെ കോപ്പി അടിച്ച് എഴുതിയതിനു ശേഷം കണക്ക് നോക്കരുത്, ഞാൻ പറയുന്ന അനുസരിച്ച് ചെയ്തു പോകണം. 7,800 into 3,000, that comes to 4,62,500. The selling price is 8,91,000.
Cost is 4,62,500 only. So the profit on sale is equal to 4,28,500. Investment sold at a profit. The entry is investment account added to P&L account. To P&L account 4,28,500. 4,28,500. Now, next, received interim dividend at the rate of 10%. For this year, interim dividend paid between two annual general meeting. So this is the dividend declared for this year. Remember it. So ഈ കണക്കിൽ രണ്ട് രീതിയിലും വന്നിരിക്കുകയാണ്. ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. സോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഷെയറിന്റെയും ഇൻകം നമുക്ക് കിട്ടും. എത്ര ഷെയർ ഉണ്ട്? 5,000 plus 2,000 7,000 plus 800, including bribe share and bonus shares are issued during the year. So they will also entitled to get the dividend. 7,800 minus 3,000 നമ്മൾ വിറ്റുപോയി. ബാക്കി എത്രയുണ്ട്? 4,800 ഉണ്ട്. അതിന്റെ നോമിനൽ വാല്യൂ 4,800 into 10. 5,000 plus 2,000 plus 800 minus 3,000 into 10. The nominal value, അതിന്റെ 10%, that comes to 4,800. അപ്പോൾ മനസ്സിലാക്കണം, ഇന്ററിം ഡിവിഡൻഡ് വരുന്ന കണക്കുകളിൽ നമുക്ക് ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്ന ഡേറ്റിൽ എത്ര ഷെയർ ഉണ്ടോ ആ ഷെയറിന് ഡിവിഡൻഡ് കിട്ടിയിരിക്കും, ഇൻക്ലൂഡിംഗ് ദ റൈറ്റ് ഷെയർസ് ആൻഡ് ബോണസ് ഷെയർസ്. അപ്പോൾ ഇവിടെ ഡിവിഡൻഡ് റൈറ്റ് ഷെയർസും ബോണസ് ഷെയർസും കാൽക്കുലേറ്റ് ചെയ്യാത്തതിന്റെ കാരണം ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് ആകും. ക്ലിയർ? നെക്സ്റ്റ്, the shares were quoted in the stock exchange at 220. നമ്മൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 4,800 ഷെയർസ് ആവുള്ളൂ. 4,800 ഷെയർസിനെ 220 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് പ്രൈസ് കുറവായിരിക്കും? കോസ്റ്റ് പ്രൈസ് കുറവാണ്. അപ്പോൾ ഏത് പ്രൈസിൽ വാല്യൂ ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസിൽ വാല്യൂ ചെയ്താൽ മതി. 7,40,000 വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ അതിന് നോട്ട് കൊടുക്കണം. മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 4,800 ഇൻറ്റു 200. നിങ്ങളുടെ ബുക്കിൽ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ നോട്ടും കൂടെ നിങ്ങൾ വർക്കിംഗ് നോട്ട്സ് ആയിട്ട് എഴുതിയേ ചെയ്യാവുള്ളൂ. Then balance it. Okay. ഡിവിഡൻഡ് കൊടുത്തില്ല, ബാലൻസ് എങ്ങോട്ട് മാറ്റണം? ടു P&L account. എത്ര? ടു P&L account. ഇത് പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ്. Then to P&L account how much? 4,800 transferred to which account? P&L account. Okay, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഇല്ലസ്ട്രേഷൻ 10 ചെയ്യണം. ഇല്ലസ്ട്രേഷൻ 10 ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. അവിടെ ഉള്ള പ്രത്യേകത, ഗവൺമെന്റ് ബോണ്ട്സിന്റെ ഒരു ഒരെണ്ണം, രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആൽഫ ലിമിറ്റഡ്, മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ബീറ്റ ലിമിറ്റഡ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബോണ്ടിന്റെ കാര്യത്തിൽ കം ഇൻട്രസ്റ്റ്, എക്സ് ഇൻട്രസ്റ്റ് വരുമ്പോഴുള്ള പ്രത്യേകതകൾ. എക്സ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ പറയുന്ന വില എഴുതിയാൽ മതി. കം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയുന്ന വിലയിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഇപ്പൊ ചെയ്യാനായിട്ട് ചെയ്തു നോക്കണം. ഇത് ഞാൻ ഹോംവർക്കായിട്ട് തരികയാണ്. അതുപോലെ ഡിവിഡൻഡ് പറയുമ്പോൾ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കറണ്ട് ഇയറിൽ കൊടുത്താൽ അതിൽ പ്രീവിയസ് ഇയറിൽ നമുക്കുള്ള ഷെയറിൻ്റെത് നമ്മുടെ കറക്റ്റ് ഇൻകം ആയിട്ട് എഴുതണം. എന്നാൽ ഈ വർഷം വാങ്ങിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് വാങ്ങിച്ചാൽ ദാറ്റ് ഷുഡ് ബി ഷോൺ അണ്ടർ കോസ്റ്റ് കോളം ഫോർ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പർച്ചേസ്. ഓക്കെ, ഇന്ററിം ഡിവിഡൻഡ് വന്നാൽ എന്ന് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുന്നോ അന്ന് വരേക്കുള്ള ഡിവിഡൻഡിന്റെ ഇൻകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. മനസ്സിലായോ? ഇതാണ് പ്രധാനപ്പെട്ടത്. അതുപോലെ ലാസ്റ്റ് ബാലൻസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് കോസ്റ്റ് പ്രൈസ് കുറയുകയാണെങ്കിൽ, മാർക്കറ്റ് പ്രൈസ് കുറയുകയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ബാലൻസ് ചെയ്ത് എഴുതേണ്ടത് ഏത് പ്രൈസ് ആയിരിക്കും? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് വരും നിങ്ങളുടെ ബുക്കിൽ. അതെങ്ങോട്ട് മാറ്റണം? P&L അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കണക്കാണ്. ഈ കണക്കിന്റെ അകത്തും ഇന്ററിം ഡിവിഡൻഡ് വന്നിട്ടുണ്ട്, ഇന്ററിം ഡിവിഡൻഡ് വന്നിട്ടുണ്ട്, ആക്ച്വൽ ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് പർച്ചേസ്ഡ് 1,50,000 ഇക്വിറ്റി ഷെയർസ്. നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ആ ഡിവിഡൻഡ് കിട്ടുന്നതാണ് നമ്മൾ ഇൻകം ആയിട്ട് എഴുതേണ്ടത്. നമുക്ക് ഈ വർഷത്തെ ഇൻകമാണ്. റിസീവ്ഡ് 18% ഇന്ററിം ഡിവിഡൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ റിസീവ്ഡ് 15% ഇന്ററിം ഡിവിഡൻഡ് ആണ് ആൽഫ ലിമിറ്റഡിന്റെ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഇന്ററിം ഡിവിഡൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്നത് കിട്ടുന്നോ അന്നത്തെ
ഷെയറിന്റെ എണ്ണത്തിനെ നോമിനൽ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ചെയ്തു നോക്കൂ, ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലസ്ട്രേഷൻ 11 അതുപോലെ തന്നെ ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയായി ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇല്ലസ്ട്രേഷൻ കുറച്ച് കണക്കുകളുണ്ട്, ഇതെല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. 10, 11 അതുപോലെ ബ്രോക്കറേജ് വരുമ്പോൾ വാങ്ങിക്കുമ്പോൾ ബ്രോക്കറേജ് പർച്ചേസ് കോസ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. സെയിൽസ് ആണെങ്കിൽ ബ്രോക്കറേജ് കുറയ്ക്കണം. ഓക്കെ, ഇനി ഒരു കണക്കും കൂടി നമുക്ക് ചെയ്യാം. ഇതിനകത്തെ കണക്കുകളെല്ലാം ചെയ്തു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. ഇല്ലസ്ട്രേഷൻ 4 നോക്കുക. ടി ശേഖരൻ പർച്ചേസ്, ഇല്ലസ്ട്രേഷൻ 2 നോക്കുക. ഇല്ലസ്ട്രേഷൻ 2, മിസ്റ്റർ കൃഷ്ണമൂർത്തി purchased 1000 equity shares of 100 each in TEL Limited at 120 each from a broker who charged 2% brokerage. അപ്പോൾ ബ്രോക്കറേജ് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യണം. He incurred 50 paise per 100 at a cost of shares of transfer stamps. ഇപ്പോൾ സ്റ്റാമ്പ് ചാർജസും കൂടി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ പർച്ചേസ് പ്രൈസ് വരുന്നത്, ദാറ്റ് ഡിവൈഡഡ് ബൈ 100 into 50 പൈസ ആണ്. 100ന് 0.50 വരുന്നത്, അതായത് 0.5% വരും. 0.5% വരുന്നത് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പം ഈ കണക്കിൻ്റെ ഒരു പ്രത്യേകത ഇതേ ഉള്ളൂ, സ്റ്റാമ്പ് ചാർജസും ബ്രോക്കറേജും രണ്ടും നമ്മൾ പർച്ചേസ് പ്രൈസിനോട് കൂടി ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടുകയുള്ളൂ. അത് വർക്കിംഗ് നോട്ടിൽ എഴുതി തന്നെ ചെയ്യണം. ഇവിടെ വർക്കിംഗ് നോട്ടിൽ അവർ തന്നിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് 1000 into 120 plus 2% on 1,20,000, അതുപോലെ തന്നെ 0.5% on 1,20,000, that is stamp charges 0.5%. Okay, then he incurred on 31/1/2012 bonus shares was declared in the ratio of 1:2, 1 share for every 2 shares, 1 lakh shares and 1 share for every 2 shares, 1 lakh into 1/2, 50,000 shares bonus share വരും. Then on 31 bonus declared in the ratio before and after the record date of bonus shares, the shares were quoted at 175 per share and 90 per share respectively. ബോണസ് ഷെയറിന് മുമ്പ് മാർക്കറ്റ് പ്രൈസ് 175 ആയിരുന്നുവെങ്കിൽ ബോണസ് ഷെയറിന് ശേഷം 90 ആയി. അപ്പോൾ ബോണസ് ഷെയറിന് ശേഷമാണ് നിങ്ങൾ ഷെയർ വിൽക്കുന്നതെങ്കിൽ എത്ര രൂപ വെച്ചായിരിക്കും വിൽക്കുന്നത്? 90 വെച്ചായിരിക്കും. On 31/3/2012 കൃഷ്ണമൂർത്തി sold bonus shares to a broker. അപ്പോൾ ബോണസ് ഷെയർ വിറ്റു എന്ന് പറയുമ്പോൾ 500 ബോണസ് ഷെയർസ് വരുന്നുണ്ട്. 500 ബോണസ് ഷെയർസ് വിൽക്കുന്നത് 90 റുപ്പീസ് വെച്ചായിരിക്കും. അതായത് 500 into 90 45,000 വരും. അതിൻ്റെ ബ്രോക്കറേജ് വരുന്നത് 2% ആണ്. അപ്പം നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് എടുക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് മൈനസ് ചെയ്ത് എഴുതാവുള്ളൂ. ഷെയർ വിൽക്കുന്ന പ്രൈസ് എത്രയാണ്? 500 into 90 ആണ്. ബ്രോക്കറേജ് 45,000ന്റെ 2% വരും. ഓക്കെ, അത് കുറയ്ക്കണം. അതായത് 900 റുപ്പീസ് കുറച്ചിട്ടേ എഴുതാവുള്ളൂ. പ്രത്യേകം ഓർക്കുക, അതാണ് പറഞ്ഞിരിക്കുന്നത്. ബോണസ് ഷെയറിന് മുമ്പ് ഇതാണ് വില, ബോണസ് ഷെയറിന് ശേഷം ഇതാണ് വില. അതുപോലെ സെയിൽ നടന്നാൽ എപ്പോഴും ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ, ഷെയറിന് ആവറേജ് കോസ്റ്റ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. മറ്റേത് ക്വസ്റ്റിൻ്റെ അകത്തൊന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫിഫോ മെത്തേഡ് എടുക്കാം. അല്ല, ക്വസ്റ്റിൻ്റെ ആവറേജ് കോസ്റ്റ് മെത്തേഡാണ് പറയുന്നതെങ്കിൽ ബോണ്ടിനും ഡിബഞ്ചറിനും നിങ്ങൾ ആവറേജ് കോസ്റ്റ് എടുക്കുക. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ, shares should be valued at average cost, but debentures and bonds can be valued at FIFO basis, first in first out basis. Okay, അപ്പോൾ ഇതിനകത്തെ എല്ലാ കണക്കുകളും ചെയ്യുക. ഇതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് തീർക്കുകയാണ്. Okay, see you tomorrow with a new chapter.